സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീദേവി മാഹാത്മ്യം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ബ്രഹ്മാവിൻ്റെ രാത്രി സൂക്തം, അതായത് ബ്രഹ്മാവ് ദേവിയെ സ്തുതിച്ചുകൊണ്ട് നടത്തുന്ന സ്തുതി വചനങ്ങളാണ്, സ്തുതിഗീതങ്ങളാണ് നമ്മൾ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഭാഗം ത്വം സ്ത്രീസ്ത്വം ഈശ്വരി ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണ ത്വം സ്ത്രീസ്ത്വം ഈശ്വരി ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണ. പിന്നെയോ ലജ്ജാപുഷ്ടിസ്തഥ തുഷ്ടിസ്ത്വം ശാന്തി ശാന്തിരേവച. ത്വം ശ്രീസ്ത്വം ഈശ്വരി. ശ്രീഹി ത്വം എന്നുവെച്ചാൽ ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്, നിന്തിരുവടിയാകുന്നു. ത്വം ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, അവിടുന്ന്, നിന്തിരുവടി. ഇങ്ങനെ നമ്മൾ ബഹുമാനത്തിൻ്റെ തോതനുസരിച്ച് പറയും. ശ്രീ ലക്ഷ്മി, അപ്പോൾ അവിടുന്ന് ലക്ഷ്മിയാണ്. ത്വം ശ്രീ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ലക്ഷ്മിയാണ്. പിന്നെയോ ത്വം ഈശ്വരി. ത്വം ഈശ്വരി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ പത്നി, അതായത് പരമശിവൻ്റെ പത്നി പാർവതി, മഹാദേവൻ്റെ പത്നി. അതുമാത്രമല്ല, ഈശ്വരി എന്ന വാക്കിന് പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപയായിട്ടുള്ള വ്യക്തിയാണ് ഈശ്വരി. അപ്പോൾ ത്വം ഈശ്വരി, അപ്പോൾ ഈശ്വര പത്നി അല്ലെങ്കിൽ ഈശ്വരി നിന്തിരുവടിയാകുന്നു. പിന്നെ ഹ്രീം. ഹ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലജ്ജ നിന്തിരുവടിയാകുന്നു, അതായത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാൻ അജ്ഞത കൊണ്ട് ലജ്ജയുണ്ടാകും. എന്തെങ്കിലും ചെയ്യുവാനുള്ള ഒരു അജ്ഞത, അത് അജ്ഞാനം കൊണ്ടുള്ള ഒരു ലജ്ജ ഉണ്ടാക്കുന്നത് മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് അവിടുന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്രീ ഹി ത്വം, അവിടുന്ന് ലജ്ജയും ആകുന്നു, ലജ്ജയുടെയും ആളാണ് ദേവി എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് ബോധലക്ഷണ ബുദ്ധി, അതായത് ബുദ്ധിർബോധലക്ഷണ എന്ന് ദേവിയെ പറയുന്നുണ്ട്. ബോധലക്ഷണ ബുദ്ധി, നിശ്ചയാത്മികമായ ബുദ്ധി, എന്തെങ്കിലും ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്ന ബുദ്ധി, നിശ്ചയാത്മികയായ ബുദ്ധിയും അവിടുന്ന് തന്നെയാണ്. പിന്നെ ലജ്ജാപുഷ്ടി. ലജ്ജാപുഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലജ്ജാപുഷ്ടി തഥാ ലജ്ജാപുഷ്ടി. തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം, ലജ്ജാപുഷ്ടി ചെയ്യുവാനുള്ളതിൽ അജ്ഞാന ശങ്ക കൊണ്ടുള്ള ദുഃഖവും വളർച്ചയും മനുഷ്യനിൽ ഉണ്ടാക്കുന്നത് ദേവിയാണ്. അപ്പോൾ ചെയ്യാൻ നമുക്ക് ഒരു അജ്ഞാനം, അതിന് അറിവില്ലായ്മ, ആ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ശങ്ക, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്നുള്ള ആ ശങ്ക കൊണ്ടുണ്ടാകുന്ന ദുഃഖവും വളർച്ചയും, ആ ദുഃഖത്തിൻ്റെ വളർച്ച, പുഷ്ടി എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിൻ്റെ വളർച്ച, അതെല്ലാം അവിടുന്ന് തന്നെയാണ്. അപ്രകാരം അങ്ങനെ ചെയ്യാനുള്ളതിൽ അജ്ഞാനശങ്ക കൊണ്ടുള്ള ദുഃഖം, ആ ദുഃഖത്തിൻ്റെ വളർച്ചയും അവിടുന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തുഷ്ടി ശാന്തി ശാന്തി എന്താണ് ദേവിയെക്കുറിച്ച് പറയുന്നത്? തുഷ്ടിസ്ത്വം, അവിടുന്ന് തുഷ്ടിയാണ്. ത്വം എന്നെല്ലാത്തിലും പറയുന്നുണ്ട്. തുഷ്ടിസ്ത്വം, ത്വം എന്ന് പറയുമ്പോൾ അതിൽ സ് എന്ന് പറയുന്ന സകാരം വരുന്നുണ്ട്, സകാരം. തുഷ്ടിസ്ത്വം ശാന്തിഹി ശാന്തിരേവച. എന്തൊക്കെയാണ്? തുഷ്ടിഹി സന്തോഷം, ശാന്തിഹി മനസ്സമാധാനം, ശാന്തിഹി ശാന്തി എന്ന് പറയുന്നത് ക്ഷമയാണ്, ശാന്തിഹി ക്ഷമ, ച ത്വമേവ ഈ സന്തോഷവും മനസ്സമാധാനവും ക്ഷമയും ത്വം ഏവ നിന്തിരുവടി തന്നെ. അപ്പോൾ തുഷ്ടി ശാന്തി ശാന്തി ച എന്ന് പറഞ്ഞാൽ സന്തോഷവും മനസ്സമാധാനവും ക്ഷമയും ത്വമേവ അവിടുന്ന് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ത്വം ശ്രീ ത്വം ഈശ്വരി,
ത്വം സ്ത്രീയാണ്, ത്വം ഈശ്വരിയാണ്, ത്വം ഹ്രീ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ലജ്ജ. ത്വം ഹ്രീ ത്വം ബുദ്ധിർബോധലക്ഷണ, ബുദ്ധി ബോധലക്ഷണ, ബോധലക്ഷണ ബുദ്ധി, അങ്ങനെയുള്ള നിശ്ചയാത്മികമായ ബുദ്ധി, അതും അവിടുന്ന് തന്നെയാണ്. ലജ്ജ പുഷ്ടിസ്തഥ, പുഷ്ടി തഥ, പുഷ്ടിസ്തഥ എന്നത് പുഷ്ടി പ്ലസ് തഥ എന്ന് പറയുമ്പോൾ പുഷ്ടിസ്തഥ എന്നാണ് അതിനെ പറയുന്നത്. സ്ത്രീ പ്ലസ് ത്വം എന്ന് പറയുമ്പോൾ ശ്രീസ്ത്വം എന്നാണ് പറയുന്നത്. ത്വം ഈശ്വരി എന്ന് പറയുമ്പോൾ സ്ത്വം ഈശ്വരി, ശ്രീ സ്ത്വം ഈശ്വരി. അപ്പോൾ അങ്ങനെ അതിലെല്ലാം സകാരം വരും. അങ്ങനെയാണ് ഈ സക. ലജ്ജ പുഷ്ടിസ്തഥ, തഥ ലജ്ജ പുഷ്ടി, പിന്നെയോ തുഷ്ടി, ശാന്തി, തുഷ്ടിസ്ത്വം എന്ന് പറയുന്നുണ്ട്. ത്വമാണ് തുഷ്ടി, ശാന്തി, ശാന്തി രേവ, ശാന്തി രേവ എന്ന് പറഞ്ഞാൽ ശാന്തി ഏവ ച. അപ്പോൾ അവിടുന്നാണ് സന്തോഷവും സമാധാനവും ക്ഷമയും നൽകുന്നതും അവിടുന്ന് തന്നെയാണ്. അപ്പോൾ അതാകെ ഒന്നിച്ച് പറഞ്ഞാൽ ലക്ഷ്മിയും ഈശ്വരപത്നിയും ലജ്ജയും നിശ്ചയാത്മികയായ ബുദ്ധിയും ചെയ്യുവാനുള്ളതിൽ അജ്ഞാനശങ്ക കൊണ്ടുള്ള ദുഃഖവും വളർച്ചയും നിന്തിരുവടിയാകുന്നു. അപ്രകാരം സന്തോഷവും മനസമാധാനവും ക്ഷമയും നിന്തിരുവടി തന്നെ. ഇപ്പോൾ ലക്ഷ്മി എന്ന് പറയുമ്പോൾ സമ്പത്താണ്, സമ്പത്തും അവിടുന്നാണ്. പിന്നെ അകൃത്യം ചെയ്യുന്നതിൽ വൈമുഖ്യം, ഹ്രീ എന്ന് പറയുന്നതിൻ്റെ ആന്തരാർത്ഥം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ശങ്ക, ഒരു മടി. ലജ്ജ എന്നുദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യമായ ആധാർമികമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വൈമുഖ്യം അല്ലെങ്കിൽ അതിലൊരു ലജ്ജ, അതിലൊരു മടി ഉണ്ടാക്കുന്നതും ദേവി തന്നെയാണ്. ഇതെല്ലാം ദേവി തന്നെയാണ്. ബുദ്ധി, പിന്നെ ബോധാത്മകമായ നിശ്ചയാത്മികയായ ബുദ്ധിയും ബോധലക്ഷണ ബുദ്ധി എന്നാണ്, അതും ദേവി തന്നെയാണ്. ഇതെല്ലാം ദേവി തന്നെയാണ് എന്ന് ബ്രഹ്മാവ് അവിടെ ദേവിയെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. ത്വം ശ്രീസ്ത്വം ഈശ്വരി, ത്വം ഹ്രിസ്ത്വം ബുദ്ധിർബോധലക്ഷണ, ലജ്ജാപുഷ്ടിസ്തഥ തുഷ്ടിസ്ത്വം ശാന്തി ശാന്തിരേവച. ഇതാണ് ആ ശ്ലോകം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് അടുത്ത സ്തുതിവചനത്തിലേക്ക് കടക്കുകയാണ്. ഖഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥാ ശംഖിനി ചാപിനി ബാണഭൂഷുണ്ടി പരിഖായുധ. ദേവിയുടെ എന്തൊക്കെ വിശേഷണങ്ങളാണ് നോക്കൂ. ഖഡ്ഗിനി ശൂലിനി, ദേവി കയ്യിൽ ധരിക്കുന്ന 10 കൈകളിൽ ധരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഖഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥാ ശംഖിനി ചാപിനി ബാണഭൂഷുണ്ടി പരിഖായുധ. ഖഡ്ഗിനി എന്ന് പറഞ്ഞാൽ വാള്, ഖഡ്ഗം വാളാണ്, വാളോട് കൂടിയവൾ. ശൂലിനി ശൂലത്തോടു കൂടിയവൾ. ഘോര ഒരു കയ്യിൽ ശിരസിനെ ധരിച്ചിരിക്ക കൊണ്ട് ഭയങ്കരി. ദേവിയെ കാളിമാതാവാണ്, ദേവിയെ ഭയങ്കരിയായിട്ട് കാണാറുണ്ട്. ഘോര എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ശിരസിനെ ധരിച്ച് ഇരിക്കുന്ന ദേവിയാണ്, ഒരു കയ്യിൽ ശിരസ്സുണ്ട്. അപ്പോൾ ഈ അധാർമികരെ അല്ലെങ്കിൽ ക്രൂരന്മാരായ അസുരന്മാരെയോ രാക്ഷസന്മാരെയോ വധിച്ചിട്ട് അവരുടെ ശിരസ് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭയങ്കര രൂപത്തെക്കുറിച്ച് കാളിമാതാവിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയും. ഗദിനി ഗദയോടു കൂടിയവൾ. ചക്രിണി ചക്രത്തോടു കൂടിയവൾ. ശംഖിനി ശംഖോടു കൂടിയവൾ. ചാപിനി വില്ലോടു കൂടിയവൾ. തഥാ അപ്രകാരം. ബാണഭൂഷുണ്ടി ബാണം, ഭൂഷുണ്ടി പരിഖം, ഈ ആയുധങ്ങൾ കയ്യിൽ പിടിച്ചവൾ, ഈ ആയുധങ്ങളോട് കൂടിയവൾ. അപ്പോൾ നിന്തിരുവടി 10 കൈകളിലും വാൾ, ശൂലം, ശിരസ്, ഗദ, ചക്രം, ശംഖ്, വില്ല്, ബാണം, ഭൂഷുണ്ടി, പരിഖം, ഈ ആയുധങ്ങളോട് കൂടിയവളാകുന്നു. അപ്പോൾ 10 കൈകളോട് കൂടിയ ദേവിയെ സ്തുതിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം ദേവിയോട് പറയാണ്, അല്ലയോ ചണ്ഡികെ നിന്തിരുവടി ഖഡ്ഗിനി വാളേന്തിയവളാണ്. ശൂലിനിയും ശൂലമേന്തി. ഗദനിയും ഗദ ഏന്തിയവൾ. ചക്രിണിയും ചക്രമേന്തിയവൾ. ശംഖിനിയും ശംഖ് കയ്യിൽ പിടിച്ചവൾ. ചാപിനിയും ചാപം കയ്യിലുള്ളവൾ. ബാണത്തോടു കൂടിയവളും. പരിഖായുധവും
ആയി ഘോരയായി അത്യുഗ്ര ദർശനയായിരിക്കുന്ന ഭൂശുണ്ഡി എന്ന് പറയപ്പെടുന്ന ബാണാഭൂശുണ്ഡി എന്ന് അതിനൊരു പാഠഭേദം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു ശരീരത്തോടു കൂടിയവളാണ്. ബാണാഭൂശുണ്ഡി എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട്, ഭുജങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നവളാണ് ഭൂശുണ്ഡി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാള്, ശൂലം, ഗദ, ചക്രം, ശംഖ്, ചാപം, ബാണം, പരിഘം ഇങ്ങനെ എല്ലാ ആയുധങ്ങളും 8 കൈകളോട് കൂടി 8 ആയുധങ്ങളും, പിന്നെ ഘോരയായി അത്യുഗ്രാകൃതിയായി ഭൂശുണ്ഡിയായി ഭുജങ്ങളെ കൊണ്ട് ശത്രുക്കളെ ഖണ്ഡിക്കുന്നവളായി ഇരിക്കുന്ന ചണ്ഡിക. ആ ചണ്ഡികയെ സംബോധന ചെയ്തുകൊണ്ടാണ് ബ്രഹ്മാവ് ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം കയ്യിൽ ധരിക്കുന്ന അവിടുന്ന് കാളിയാണ്, 10 കൈകളോട് കൂടിയവളാണെന്ന് സൂചിപ്പിക്കുന്നു. ആ കാളിയാണ് മധുകൈടഭനെ വധിക്കാൻ വിഷ്ണു ഏൽപ്പിക്കുന്നത് എന്ന് വരാനിരിക്കുന്ന ശ്ലോകത്തിൽ സൂചനയുണ്ട്. അപ്പോൾ അങ്ങനെ കാളിയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഈ മധുകൈടഭൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ 2 അസുരന്മാരുണ്ടല്ലോ, ആ അസുരന്മാരെ വധിക്കാനുള്ള നിയോഗം ഒടുവിൽ കാളി മാതാവിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനിയും ദേവിയുടെ വിശേഷണം: സൗമ്യ സൗമ്യതരാശേഷ സൗമ്യേഭ്യ സത്വതി സുന്ദരി പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരി. സൗമ്യ എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളും ദേവിയുടെ ഒരു വിശേഷണമാണ് സൗമ്യ. അപ്പോൾ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്ന അതിസൗമ്യമായ ദേവിയുടെ മുഖം കാണുമ്പോൾ ഭക്തന്മാർക്കൊരു ആശ്വാസമാണ്, ഒരു സന്തോഷമാണ്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ സൗമ്യതര എന്ന് പറഞ്ഞാൽ മധുരം എന്ന് പറയുമ്പോൾ മധുരമാണ്, മധുരതരം എന്ന് പറയുമ്പോൾ അതിമധുരമാണ്. അപ്പോൾ സൗമ്യതര എന്ന് പറയുമ്പോൾ അതിശാന്തയാണ്. അത്രയേറെ സൗമ്യതയുടെ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം ശാന്തതയുള്ളവൾ. സൗമ്യതര അതിശാന്തയായിട്ടുള്ളവളും. പിന്നെ അശേഷ സൗമ്യേഭ്യഃ തു. ഇവിടെ ശ്ലോകത്തിൽ അശേഷ സൗമ്യതര പ്ലസ് അശേഷ സൗമ്യേഭ്യ സത്വതി. സത്വം സൗമ്യേഭ്യ സത്വം എന്ന് പറഞ്ഞാൽ അവിടുന്ന്. അശേഷ സൗമ്യേഭ്യഃ തു അല്ലെങ്കിൽ ത്വം. അശേഷ സൗമ്യം അഖില സുന്ദര പദാർത്ഥങ്ങളിൽ വച്ച് അശേഷ സൗമ്യം എന്ന് പറഞ്ഞ വാക്കിൽ അതാണ്. അശേഷം ബാക്കിയൊന്നുമില്ല, അഖിലം ലോകത്തുള്ള മുഴുവൻ സുന്ദര പദാർത്ഥങ്ങളിൽ വച്ചും അതിസുന്ദരി. സൗമ്യതര അശേഷ സൗമ്യേഭ്യ അസ്ത്വ അതിസുന്ദരി. അപ്പോൾ അശേഷ സൗമ്യയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച സൗമ്യവതിയായ സുന്ദരിയായ അതിസുന്ദരി എന്നാണ് അത് ആ വാക്ക്. പിന്നെ പരാപരാണാം, പര എന്ന് പറഞ്ഞാൽ ബ്രഹ്മാദികൾ, പരാണാം എന്ന് പറഞ്ഞാൽ അപര എന്ന് പറഞ്ഞാൽ ഇന്ദ്രാദി. അപ്പോൾ ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും പരാപരാണാം അപരാണാം, ആ ബ്രഹ്മാദികളെക്കാളും ഇന്ദ്രാദികളെക്കാളും പരമേശ്വരി, അത്യുത്കൃഷ്ട പരമേശ്വരി, പരമയായ ഈശ്വരി, ഉത്കൃഷ്ടയായ ഈശ്വരി, പരമേശ്വരൻ്റെ പത്നി. ത്വം ഏവ, നിന്തിരുവടി തന്നെ. ഭക്തർക്ക് സന്തോഷത്തെ ജനിപ്പിക്കത്തക്കവണ്ണം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവളും അതിശാന്തയും സകല സുന്ദര പദാർത്ഥങ്ങളിലും വെച്ച് അതിസുന്ദരിയും ബ്രഹ്മാദികളെയും ഇന്ദ്രാദികളെയും കാൾ അത്യുത്കൃഷ്ടയും പരമേശ്വര പത്നിയും നിന്തിരുവടി തന്നെ. അപ്പോൾ പരാപര എന്ന് പറഞ്ഞാൽ പരബ്രഹ്മാദികൾ, അപര ഇന്ദ്രാദികൾ. സൗമ്യ സന്തോഷ നിമിത്തം അതിസൗമ്യമായ മുഖത്തോടു കൂടിയവൾ. അശേഷ സൗമ്യേഭ്യ എന്ന് പറഞ്ഞാൽ സകല ആഹ്ലാദ ഹേതുക്കളിൽ വെച്ചും സൗമ്യേതര, സൗമ്യം ഏറ്റവും അധികം സൗമ്യമായിട്ടുള്ളവൾ. മോക്ഷരൂപിണിയാകയാൽ പ്രശാന്തയാണ്. പരാണം അനേകം ബ്രഹ്മാക്കളുടെ ആയുഷ്കാലങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്നവളാണ്, പരമേശ്വരിയാണ്.
പരമശിവൻ്റെ പത്നിയാണ്, ഇന്ദ്രാദികളുടെയും ഈശ്വരിയാണ് എന്നും ദേവിയെ വർണ്ണിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്തതിന് പറയാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം ശ്രീ മഹാദേവായ